കൂട്ടുകാരെ, ഞാൻ എത്തിട്ടോ, നിങ്ങളുടെ ഉണ്ണിക്കുട്ടൻ. അടുക്കളയിലും അടുക്കളയ്ക്കടുത്തുള്ള തളത്തിലും പ്രാതൽ കഴിക്കുന്നതിന്റെ തിരക്കാണ്. അച്ഛൻ തളത്തിലെ മഞ്ചപ്പത്തായത്തിന്മേൽ ഇരുന്ന് ചായയും പലഹാരവും കഴിക്കുന്നു. മുത്തച്ഛൻ നിലത്തിരുന്ന് കഞ്ഞി കുടിക്കുന്നു. കുട്ടിയേട്ടൻ ചായയും പലഹാരവും കഴിക്കുന്നത് മുത്തച്ഛൻ്റെ അടുത്തിരുന്നു കൊണ്ടാണ്. മുത്തച്ഛന് രാവിലെ ചായയും പലഹാരവും കഴിക്കുന്നത് ഇഷ്ടമല്ല, കഞ്ഞിയാണ് ഇഷ്ടം. മുത്തച്ഛന് കഞ്ഞി കഴിക്കാൻ കുപ്പിക്കിണ്ണമുണ്ട്. ഏകാദശി ദിവസം മാത്രം മുത്തശ്ശി ചാമക്കഞ്ഞി കുടിക്കുന്നത് മുത്തച്ഛൻ്റെ കുപ്പിക്കിണ്ണത്തിലാണ്. മറ്റു ദിവസങ്ങളിലെല്ലാം മുത്തച്ഛൻ്റെ കഞ്ഞികുടി കഴിഞ്ഞാൽ കുപ്പിക്കിണ്ണം കഴുകി മഞ്ചപ്പത്തായത്തിൻ്റെ ചുവട്ടിൽ കമിഴ്ത്തി വയ്ക്കും. ഉണ്ണിക്കുട്ടൻ മുത്തച്ഛൻ്റെ അടുത്ത് വന്നു നിന്നു. മുത്തച്ഛൻ ചോദിച്ചു, ഒരു കഷ്ണം ചക്കക്കൊണ്ടാട്ടം വേണോ? വേണ്ട, പപ്പടം മതി. മുത്തച്ഛൻ ഒരു പൊട്ടു പപ്പടം കൊടുത്തത് തിന്നുകൊണ്ട് അവൻ അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിൽ മുത്തശ്ശി ചായയും പലഹാരവും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മിണി ഒരു വാഴയിണ കൊണ്ട് ചുമരിൽ തല്ലി ശബ്ദമുണ്ടാക്കുന്നു. വാഴയിണയുടെ അറ്റത്ത് ലേശം ഇലയുണ്ട്. അത് ചീന്തിയെടുക്കണമെന്ന് ഉണ്ണിക്കുട്ടന് തോന്നി. എങ്ങനെ ചീന്തിയെടുക്കാനാണ്? വാഴയിണ അമ്മിണി തന്നിട്ട് വേണ്ടേ? വാഴയിണ കിട്ടാത്തതുകൊണ്ടുള്ള ഈർഷ്യയോടെ പലകയിട്ടിരുന്നു. ഉണ്ണിക്കുട്ടൻ്റെ കുഞ്ഞി പലക ആശാരി വേലു ഉണ്ടാക്കി കൊടുത്തതാണ്. കഴിഞ്ഞ കൊല്ലം അടുക്കളയുടെ ജനാല മാറ്റി വെക്കുമ്പോഴാണ് ഉണ്ടാക്കി കൊടുത്തത്. കുഞ്ഞി പലക മാത്രമല്ല, ഓണക്കാലത്ത് മാതേവരെ വയ്ക്കാൻ ഒരു പീഠവും വേലു ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പീഠം ഇപ്പോൾ കുളിമുറിയുടെ ഒരു അരുകിൽ വെച്ചിരിക്കുകയാണ്. കാളിയമ്മ പണിക്ക് വന്നാൽ മുറുക്കാമ്പൊതി സൂക്ഷിച്ചു വെക്കുന്നത് പീഠത്തിന്മേലാണ്. അമ്മ ദോശയും മുളക് കൂട്ടാതെ അരച്ച ചമ്മന്തിയും ഒരു ഇലച്ചീന്തിലാക്കി അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു. പഞ്ചാര. ഒരു കഷ്ണം ദോശ പൊട്ടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അമ്മ ഒരു സ്പൂൺ പഞ്ചസാര കൊടുത്തു. ഇഞ്ഞിയും ഒരു സ്പൂണും കൂടി കൊടുത്തു. ഇഞ്ഞിയും. ഇനി പഞ്ചാരയല്ല, വേറെ ചിലതെൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അമ്മയ്ക്ക് ദേഷ്യം വന്നു. പിന്നെ ഉണ്ണിക്കുട്ടനാണോ ദേഷ്യം വരാത്തത്? ഉണ്ണിക്കുട്ടനും ദേഷ്യം വന്നു. അവൻ ഇലച്ചീന്തും ദോശയും എല്ലാം അടുക്കളയിലെ കൊട്ടത്തളത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കരയാൻ തുടങ്ങി. കുട്ടികൾക്ക് ഇത്ര കുറുമ്പ് വൈകിയ? മുത്തശ്ശിയും ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. അച്ഛൻ തളത്തിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, എന്താ അവിടെ? ഉണ്ണിക്കുട്ടൻ കരയുന്നതിനിടയിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഈ അമ്മ പഞ്ചാര തരണില്ല. ഇവിടെ വാ, അച്ഛൻ തരാം. അവൻ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. ഓടിപ്പോകുന്നതിനിടയിൽ മുത്തച്ഛൻ്റെ എച്ചിൽ കിണ്ണത്തിൽ തടഞ്ഞു വീണു. കരച്ചിൽ അധികമാകാൻ അതും ഒരു കാരണമായി. അച്ഛൻ അവനെ വന്നെടുത്തു. തോട്ടുമുണ്ടുകൊണ്ട് മുഖം തുടച്ച് മഞ്ചപ്പുറത്ത് വെച്ചു. അമ്മ വീണ്ടും ഇലച്ചീന്തിൽ ദോശയും പഞ്ചസാരയും കൊണ്ടുവന്ന് മഞ്ചപ്പുറത്ത് വെച്ചു. അച്ഛൻ പറഞ്ഞു, പഞ്ചസാര പോരെ? മിടുക്കൻ, ഇഷ്ടം പോലെ തിന്നു. പഞ്ചസാര ആദ്യം കൊടുത്തത്ര തന്നെ ഉണ്ടായിരുന്നില്ലെങ്കിലും അവന് തൃപ്തിയായി.